Hi, hello everyone. It's me, CA Sanjay. So welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പർ 1 2 ഈ രണ്ട് മോക്ക് ടെസ്റ്റ് പേപ്പറിൽ വന്നിട്ടുള്ള ജനറൽ MCQs ആണ്, കേസ് സ്റ്റഡീസ് അല്ല. കേസ് സ്റ്റഡീസ് വെരി നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ it's going to be a 5 or 10 minute session. So and it's going to help you general MCQs എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. Let's crack it. Just a matter of 10 minutes and ഇതിൽ നിന്ന് ചോദ്യം വരുവാണെങ്കിൽ you can easily score 2 to 6 marks. Okay. So let's read the general MCQs from mock test paper 1 and mock test paper 2. So this is the first general MCQ. CA Prince, after developing the audit strategy of Vedika Limited, develops an audit plan. So what he did was correct. ആദ്യം strategy develop ചെയ്തു, അതിനനുസരിച്ച് audit plan ചെയ്തു. Very correct. നമുക്കറിയാം, നമ്മൾ ചാപ്റ്റർ 2 പഠിച്ചിട്ടുണ്ട്. Initially we have to establish the audit strategy. Accordingly we will develop the audit plan. First ഏതാ വരിക? സ്ട്രാറ്റജിക്ക് ശേഷമാണ് ഏത് വരുന്നത്? ഓഡിറ്റ് പ്ലാൻ വരുന്നത്. ശരിയല്ലേ? യെസ്. ബട്ട് ഫൈൻഡ്സ് എ നീഡ് ടു റിവൈസ് ദ മെറ്റീരിയാലിറ്റി ലെവൽ. പക്ഷെ ഓഡിറ്റ് പ്ലാൻ ഒക്കെ ചെയ്തു, പക്ഷെ അതിനുശേഷമാണ് he come to understand that he needs to revise the materiality level. We can change the materiality level. അല്ലേ, നമ്മൾ ഓൾറെഡി SEP'24 പഠിച്ചിട്ടുണ്ട്. Materiality once fixed, നമുക്ക് വേണമെങ്കിൽ there will be certain circumstances where we need to revise the materiality. ശരിയല്ലടാ? Yes. A deviation from the already set audit strategy is felt. In this case, what should he do? So ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ CA Prince ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കി. പക്ഷെ ഓഡിറ്റ് ചെയ്തു വരുന്ന സമയത്ത് പുള്ളിക്ക് മനസ്സിലായി പുള്ളി സെറ്റ് ചെയ്ത് വെച്ച മെറ്റീരിയാലിറ്റി റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. Okay, now what is he supposed to do? First one, drop the audit and withdraw from the engagement. Just because he need to revise the materiality, do you really think an auditor needs to drop the audit and withdraw from the engagement? No. So this is not the answer. Devise a new audit plan and change the strategy as per the revised plan. ആദ്യം പ്ലാൻ മാറ്റാം, ആദ്യം ഒരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സ്ട്രാറ്റജി ഉണ്ടാക്കാം. എടാ, ബേസിക് ക്വസ്റ്റ്യൻ SA300 ചാപ്റ്റർ നമ്പർ 2, we have discussed this already. Which comes first, strategy or plan? Sir, strategy. But what is said here? First you make a plan, accordingly you change the strategy. ശരിയാണോ? അല്ല, this is also wrong. ആദ്യം സ്ട്രാറ്റജി പിന്നെ പ്ലാൻ. ഇവിടെ എന്താ പറയുക? തേർഡ് പോയിന്റ്, ഫസ്റ്റ് യു മോഡിഫൈ ദ സ്ട്രാറ്റജി, thereafter you prepare the plan. ഫൈൻ, കറക്റ്റ് ആണ് അല്ലെ. ആദ്യം സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക. ശരിയല്ലേ? യെസ്. ഫോർത്ത് വൺ, continue with the audit plan without consulting the strategy. Just continue with the same audit plan. Don't think about strategy. Materiality മാറ്റിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, just continue with the same plan. False. അല്ലെ, ഇവിടെ മെറ്റീരിയാലിറ്റി മാറി. So there is a need to change the plan. In order to change the plan, first you need to revise the strategy. Strategy മാറ്റുക, അതിനനുസരിച്ച് പ്ലാനും മാറ്റുക. So answer is C. So ഇവിടെ ടെസ്റ്റ് ചെയ്ത കോൺസെപ്റ്റ് ഏതാണ്? Which comes first, strategy ആണോ പ്ലാൻ ആണോ? ഏതാണ് ആദ്യം വരിക? ആദ്യം വരുന്ന സ്ട്രാറ്റജി. ഫസ്റ്റ് യു നീഡ് ടു എസ്റ്റാബ്ലിഷ് സ്ട്രാറ്റജി, അതിനുശേഷം യു നീഡ് ടു ഡെവലപ്പ് എ plan. Then you need to develop a plan. This is from chapter number 2. Chapter number 2 കൃത്യമായിട്ട് പറയുന്നുണ്ട്, overall strategy sets the scope, timing and direction which guides the development of a detailed audit plan എന്നൊരു ടോപ്പിക് പറയുന്നുണ്ട് ഒരു ചെറിയ ബോക്സിനകത്ത് അല്ലെ. യെസ്. സോ ആദ്യം സ്ട്രാറ്റജി, അതിനുശേഷം പ്ലാൻ. ഓക്കെ ആണോടാ? സോ ഈ ആൻസറിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാമായിരുന്നു. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. എന്താ പറഞ്ഞത്? വാട്ട് കൈൻഡ് ഓഫ് അഷുറൻസ് ഡസ് ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ? ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് അഷുറൻസ് കൊടുക്കുക? നമുക്കറിയാം 3 അഷുറൻസ്, അബ്സല്യൂട്ട്, റീസണബിൾ, ലിമിറ്റഡ്. ഏത് അഷുറൻസ് കൊടുക്കുക? റീസണബിൾ. പക്ഷെ ഇവിടെ 4 റീസണബിൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. വാട്ട് ഈസ് റീസണബിൾ? റീസണബിൾ ഇസ് ദ ഹൈ ലെവൽ ഓഫ് അഷുറൻസ്. ഇറ്റ്സ് ദ ലോ ലെവൽ ഓഫ് അഷുറൻസ്. റോങ്. It's a high level of assurance. Okay, means reasonable assurance means absolute level of assurance. What the blunder alle in the blunder? Reasonable assurance different ആണ്, absolute assurance difference ആണ് അല്ലെ. ഡിഫറെന്റ് അല്ലേ? യെസ്. absolute എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയസ്റ്റ് ലെവൽ ആണ്. മാക്സിമം നമുക്ക് 100% കൺഫർമേഷൻ. നമുക്ക് 100% കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും ഓഡിറ്റിനകത്ത്? ഇല്ല. ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും 100% കൺഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് ഇൻഹറന്റ് ലിമിറ്റേഷൻ, ബിക്കോസ് ദ എവിഡൻസസ് കളക്ടഡ് ആർ പെർസ്യൂസീവ് ഇൻ നേച്ചർ. ഓക്കെ ആണോടാ? യെസ്. സോ ഇതും തെറ്റാണ്. റീസണബിൾ അഷുറൻസ് മീൻസ് മോഡറേറ്റ് ലെവൽ ഓഫ് അഷുറൻസ്. തെറ്റാണ്. സോ ആൻസർ ഇസ് 2. ഇവിടെ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് 2 മാർക്സ് സ്കോർ ചെയ്യാം. See, I always used to say to my students, to crack MCQs, there is no need to actually practice too much of MCQ. If you are very strong in your concepts, നിങ്ങൾക്ക് MCQs ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് ആണ് അല്ലെ. യെസ്. CA Raman instructed his article Raju to verify whether the employee benefits expense has been fairly allocated between operating expense in production activities and general expense. So employee benefit expense properly allocate ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. Is it completeness 100% കാണിച്ചു എന്നാണ് ചോദിക്കുന്നത്? അല്ല.
മെഷർമെന്റ് ആണോ, അതിന്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അവിടെ ശരിക്കും ഒക്കർ ചെയ്തിട്ടുണ്ടോ ആണോ? അല്ല. പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഓക്കെ ആണോ? അതായത് നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്തും ജനറൽ എക്സ്പെൻസിനായിട്ടും അലോക്കേറ്റ് ചെയ്ത ശേഷം പ്രസന്റ് ചെയ്യണം. സോ അത് പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ആണ്. വെരി സിമ്പിൾ ആൻഡ് ഇയർ ഓൾസോ വി ക്യാൻ സ്കോർ 2 marks. This is from chapter number 5. Items of FS, audit of items of FS. So our answers were C, B and B. C, B, B. Okay, answer anyway, so this is the answer. These are the questions, general MCQs from mock test paper 1. Now we are moving to general MCQs of mock test paper 2. Sorry, we just mock test paper 1 and answers okay. C, C, B, B. Okay, C, B, B. With the explanation we have discussed. We have not mark answer discuss. Now let's read mock test paper 2. Mock test paper 2. Mock test paper 2. Oh, sorry. Just a second. Okay. Mock test paper 2. CAY has started planning for audit of a listed company. Okay. In this respect, he is considering all matters relating to acceptance of client, assessment of compliance with ethical requirement, including independence, etc. Now we just last question like which of the following does not fall under preliminary engagement activities or planning process? Again, chapter number 2. So chapter number 2 നിന്നും രണ്ട് MTP-നതും MCQ question ഉണ്ട്. Chapter number 2 ൽ നിന്നും രണ്ട് MTP-നതും general MCQ question ഉണ്ട്. So preliminary engagement activity. See, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീലിമിനറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ടോപ്പിക് എന്താണ്? 220, 220, 210. Do you remember this? 220, 220, 210. എന്തൊക്കെയാ 220, 220, 210? ഒന്ന് കണ്ടിന്യൂൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്, കണ്ടിന്യൂൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ഒന്ന് എത്തിക്കൽ റിക്വയർമെന്റ്, മറ്റേത് നമ്മുടെ 210 അണ്ടർസ്റ്റാൻഡ് ദ ടേംസ് ഓഫ് ഓഡിറ്റ് എൻഗേജ്മെന്റ്. Continuance of client relationship. Do you remember this? Continuance of client relationship. ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം തീരുമാനിക്കുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. ICSE. What is ICSE? Integrity, capability, significant matter arise during the previous audit, and E for ethical requirements. അതാണ് ഇവിടുത്തെ ethical requirements. And understanding the terms of audit engagement. So preliminary engagement activities are 3 items. 220, 220, 210. എടാ മക്കളെ, preliminary engagement activities 3 items. എന്തൊക്കെയാണ്? 220, 220, 210. 220, 220, 210. Am I clear to you? Yes. Continuance, ICSE. ഓർക്കുന്നുണ്ടോടാ? Yes. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? First, acceptance of client, continuance and acceptance, 220. Ethical requirement, again 220. Using analytical procedure. ഇത് പ്ലാനിങ് സ്റ്റേജിൽ വരുന്ന സാധനമാണ്. ഇത് പ്ലാനിംഗ് വരുന്ന പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ട് ഇല്ല, പ്ലാനിംഗ് സ്റ്റേജിൽ വരുന്നതാ. എസ്റ്റാബ്ലിഷ് കോമൺ അണ്ടർസ്റ്റാൻഡ് ടേംസ് ഓഫ് എൻഗേജ്മെന്റ് 210. അപ്പൊ ഇതിനകത്ത് ഏതാ വരാത്തത്? ഇത് സി ഈസ് ദ ഓഡ് വൺ ഔട്ട്. സി ഈസ് ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ ആണോ? യെസ്. അടുത്തത്, a practicing chartered accountant is appointed by the company to perform certain agreed upon procedures relating to its trade payables. Okay, a chartered accountant ഒരു കമ്പനി എന്തോ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്താ ആക്ടിവിറ്റീസ് ചെയ്യണം? Agreed upon procedures. മാനേജ്മെന്റിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യണം റിലേറ്റിംഗ് ടു ട്രേഡ് പേബിൾസ്. എന്താ ചെയ്യേണ്ടത്? They have to verify the list of books of accounts, sending the confirmation letters, reporting the factual discrepancies to the company management. So ഇവിടെ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടിന് എന്തിനാണ് ഇവിടെ മാനേജ്മെന്റ് വിളിച്ചത്? അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കിയിട്ട് ട്രേഡ് പേബിൾസ് ക്രെഡിറ്റേഴ്സിന് ലെറ്റർ ഓഫ് കൺഫർമേഷൻ കൊടുക്കണം. പിന്നെന്താണ്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിനെ അറിയിക്കണം. അപ്പൊ മാനേജ്മെന്റിന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആരെ വിളിച്ചത്? ചാർട്ടേഡ് അക്കൗണ്ടിനെ വിളിച്ചത്. ആർ വി ഡൂയിങ് എനി ഓഡിറ്റ് ഹിയർ? No. Are we doing any audit? Are we providing any auditing services? No. ശരിയല്ലടാ. Are we providing any auditing services? No. So ഇവിടെ എന്തിനാണ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിളിച്ചത്? ഒന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ട്, മീൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്തുനിന്ന് ട്രേഡ് പേബിൾസിനെ വെരിഫൈ ചെയ്തെടുക്കണം. ആ ട്രേഡ് പേബിൾസിന് എല്ലാവർക്കും കൺഫർമേഷൻ ലെറ്റർ അയക്കണം. അവർക്ക് കൊടുക്കാനുള്ള പൈസ ഇത്ര തന്നെ അല്ലെങ്കിൽ കൺഫർമേഷൻ ലെറ്റർ അയക്കണം. ഇനി ഈ റിപ്പോർട്ടിങ്ങിനകത്ത് എന്തെങ്കിലും ഡിസ്ക്രീപ്പൻസി ഉണ്ടോ, ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് അറിയിക്കണമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? So this is not an audit work. ഇത് ഓഡിറ്റ് വർക്ക് അല്ലെങ്കിൽ പിന്നെ SA-220 എന്നുള്ള സ്റ്റാൻഡേർഡ് വരത്തില്ല. SA-220 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ചെയ്യുമ്പോൾ കംപ്ലൈ ചെയ്യേണ്ടതാണ് SA-220. ഇത് ഓഡിറ്റേ അല്ല. അപ്പൊ ഓപ്ഷൻ എ അല്ല എന്ന് മനസ്സിലായി, ഓപ്ഷൻ സി അല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്താണുള്ളത്? ഓപ്ഷൻ ബിയും ഡിയും. സോ SQC1 എന്തായാലും വരും. പിന്നെന്താണ് ഇത്? റിലേറ്റഡ് സർവീസ് ആണോ അഷ്വറൻസ് എൻഗേജ്മെന്റ് ആണോ? എന്താണ് സർ രണ്ടും തമ്മിൽ വ്യത്യാസം? അഷ്വറൻസ് എൻഗേജ്മെന്റ് ആണെങ്കിൽ യു ഹാവ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ.
Related service means you are helping the management, you are assisting the management. Okay, are we assisting the management here? Yes, sir. See, നമുക്കറിയാം basically രണ്ട് type of engagement ഉണ്ട്, assurance engagement ഉം non assurance engagement ഉം. എന്താ വ്യത്യാസം? Assurance engagement we are expressing an opinion, non assurance engagement we are not expressing any opinion. Example, related service. Are we expressing any opinion here? We are just assisting the company, assisting the management to identify their trade payables, to send them the confirmation request. അവർക്ക് confirmation letter അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. So ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. Are we expressing an opinion to the management here? No. So it comes under standard of related service. So option B ആണ് ഉത്തരം. So ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ ആണോടാ? അത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് ഇത് SA വരുന്നത്? ഓപ്ഷൻ എയും സിയും എന്തുകൊണ്ടാണ് വരാത്തത്? കാരണം ഇതിനകത്ത് ഓഡിറ്റ് അല്ല ചെയ്യുന്നത്. ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഫോളോ ചെയ്യുന്നത്. സോ SA'220 എന്നുള്ള ചോദ്യം വരുന്നില്ല. പിന്നെ വരുന്നത് SRSഉം SAയും. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി അല്ലാത്തത്? കാരണം സ്റ്റാൻഡേർഡ്സ് ഓൺ അഷ്യൂറൻസ് എൻഗേജ്മെന്റ്. See, this is not an assurance engagement. Assurance engagement is you have to express some opinion. Here you are not supposed to, you are not expressing any opinion. So this is not an assurance engagement. Okay, Anoda? Fine, Ano? Yes. Next, we are moving on to the next topic. Audit of government expenditure is one of the major components of government audit. In this regard, what is meant by audit against rules and orders? Audit against rules and orders എന്നാൽ എന്താണ്? Sorry. Audit against rules and orders എന്താണ്? First one, the expenditure is incurred with due to broad and general principles of financial propriety. Financial propriety ആണോ? അല്ല, അത് propriety audit ആണ്. That is a sanction either. അല്ല, അത് audit against sanction ആണ്. So ഇത് propriety audit ആണ്. I hope you remember propriety audit. ഇത് audit against audit of sanction ആണ്. നമ്മൾ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ സാങ്ഷൻ കിട്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ശരിയല്ലടാ? That's a provision of fund out of which, അത് audit against provision ആണ്. Audit of provision ആണ്. ഇതുമല്ല. പിന്നെ ഏതാണുള്ളത്? ഇത്. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സി, ഡു യു റിമെമ്പർ ദ ഫിനാൻഷ്യൽ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ സേ ഫോർ എക്സാമ്പിൾ ആ ചാപ്റ്റർ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. അയ്യോ, ചാപ്റ്റർ ഇല്ലേ? ഓക്കെ, ചാപ്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. ഓക്കെ, ഇതാ കിട്ടി. സി, ബേസിക്കലി ഗവൺമെന്റ് ഓഡിറ്റിനകത്ത് നമുക്കറിയാം 4 ടൈപ്പ് ഓഫ് ഓഡിറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് സെക്കൻഡ്, ഇപ്പൊ കാണിച്ചിട്ട് കിട്ടി. നോക്കി, ഇതാണ് പ്രൊപ്രൈറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൾസ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി. ഓഡിറ്റ് അഗെയിൻസ്റ്റ് പ്രൊവിഷൻ, അതായത് ഓഡിറ്റ് അഗെയിൻസ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കും, പ്രൊവിഷൻ മാറ്റി വെക്കും. അതിൽ എത്രയാണോ പൈസ മാറ്റി വെച്ചാൽ ആ മാറ്റി വെച്ച പൈസ തന്നെയാണോ ചെലവാക്കിയത്, അതിൽ കൂടുതൽ ചെലവാക്കിയിട്ടുണ്ടോ? We have to check. Audit of sanction. ഓരോ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുന്ന മുന്നേ ജനറൽ സാങ്ഷനോ സ്പെഷ്യൽ സാങ്ഷനോ വാങ്ങണം. ആ സാങ്ഷൻ വാങ്ങിയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് വാട്ട് ഓഡിറ്റ് അഗെയിൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡർ. എല്ലാ നിയമങ്ങളും പാലിച്ചിട്ട് തന്നെയാണോ ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുള്ളത്? ഓക്കെ ആണോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ജനറൽ ടോപ്പിക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജനറൽ ടോപ്പിക്, ജനറൽ MCQs. സോ 6 MCQs നമ്മൾ ഡിസ്കസ് ചെയ്തു. 6 MCQs ആർ ഓൾമോസ്റ്റ് 12 marks. 12 marks MCQs we have covered right now. 12 marks MCQs we have covered right now. So in the next video, we will be discussing about the case studies MCQ. So MTP1 in the case studies, MTP2 in the case studies separate ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So make sure you are going through all the case studies and MCQs. Okay. So I hope you enjoyed this video. If you enjoyed this video, please do share, like and subscribe our channel. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. Reason when you like this video, എനിക്കതൊരു മോട്ടിവേഷൻ ആണ്. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് തോന്നുന്നു, മോട്ടിവേറ്റ് ആവും. ഓക്കെ, സോ താങ്ക്സ് ഫോർ